അതിൽ നിന്ന് നമുക്ക് സോയാ ചങ്ക്സ് കറി ആയാലോ. ഇൻസ്റ്റാഗ്രാമ തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം സോയാ ചങ്ക്സ് കറി. ഞാൻ മനസ്സിൽ സോയാ ചങ്ക്സ് വിചാരിക്കണോണ്ടോന്ന് അറിയില്ല, എപ്പോഴും കുറെ റീൽസ് കാണാം പലതരത്തിലുള്ള സോയാ ചങ്ക്സ് കറി. അപ്പൊ അതങ്ങോട്ട് ഇന്ന് രാവിലെ അതാവെന്ന് വിചാരിച്ചു കേട്ടോ. ചപ്പാത്തിയും സോയാ ചങ്ക്സ് കറിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സോയാ ചങ്ക്സ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ട് 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പൊ നമ്മൾ സോയാ ചങ്ക്സും പൊട്ടാറ്റോയും കൂടിയിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു. ശേഷം എന്തേ സബോള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ടൊന്ന് വഴറ്റുക. മസാലപ്പൊടികൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ടൊമാറ്റോ ഇട്ടു, രണ്ടും കൂടി നല്ല ബ്ലെൻഡ് ആയിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നന്നായിട്ട് വഴറ്റാട്ടോ. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോവും സോയയും കൂടിയിട്ട് അതിൽ ചേർക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഞാൻ ഇട്ടുണ്ടായിട്ടോ. നന്നായിട്ട് എല്ലായിടത്തും പിടിക്കാൻ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇതൊന്ന് തിള വരട്ടെ, എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് സെറ്റ് ആവണ വരെ, ഒന്ന് തിളച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ തലയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കയ്യിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുകൊടുത്തു, പിന്നെ കസൂരി മേത്തി ഇട്ടുകൊടുത്തു, പിന്നെ നമ്മുടെ മല്ലിയില ഇട്ടു. മല്ലിയില ഇട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കറികളിലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ചപ്പാത്തി നേരത്തെ തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മൾ ചുട്ടെടുക്കാണ് കേട്ടോ. ചപ്പാത്തി ചുടുമ്പോൾ ഞാൻ ഗീ ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഗീ യൂസ് ചെയ്യും. ഇവിടെ എല്ലാവർക്കും ഗീ ഇഷ്ടമായ കാരണം നമ്മൾ ഗീ ഇട്ടിട്ടാണ് ചപ്പാത്തി ടോസ്റ്റ് ചെയ്യുക. അപ്പൊ അത്രയ്ക്കുള്ള വീഡിയോ.